ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടി റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധി പറയുന്നു, അച്ഛൻ തടങ്ങില്ലായിരുന്നെങ്കിൽ ഞാനാകുമായിരുന്നു ആശുപത്രിയിൽ. എനിക്കുള്ളതാ അച്ഛൻ വാങ്ങിയത്. സുധീഷ് ചോദിക്കുന്നു, എടോ തന്റെ ചേട്ടൻ എന്താ വലിയ റൗഡിയാ? കത്തിയും കയ്യിൽ വെച്ചോണ്ടാണോ പുള്ളി എപ്പോഴും നടക്കുന്നത്? ഇതുകൊണ്ടാണ് ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. സുഭാഷ് പറയുന്നു, നീ അത് വിട്, അച്ഛ കൈ നോക്കട്ടെ. ഭാസ്കരൻ പറയുന്നു, വിടടാ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, എന്തിനാണ് ആ കത്തിക്കുത്തേറ്റ് ചാകാൻ കിടക്കുന്നത് പോലെ ട്രീറ്റ് ചെയ്യുന്നത്? ഐ എം എ സ്ട്രോങ് മാൻ. ഈ മുറിവൊക്കെ ഭാസ്കറിന് പുല്ലാടാ, നിസ്സാരം. സുഭാഷ് പറയുന്നു, അച്ഛൻ കൂടെ വന്നത് ഞങ്ങളാരും അറിഞ്ഞില്ല. നിധി പറയുന്നു, രാവിലെ റോഡിൽ വെച്ച് വണ്ടി തടങ്ങി കയറുകയായിരുന്നു. സുധീഷ് ചോദിക്കുന്നു, തനിക്ക് ശല്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? നിധി പറയുന്നു, അയ്യോ ഇല്ല, പാവം എന്റെ കൂടെ വന്നതുകൊണ്ടാ ഇങ്ങനെ ഉണ്ടായത്. സുഭാഷ് പറയുന്നു, ഒരു കണക്കിന് അത് നന്നായി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മോള് പെട്ടുപോയേനെ. ബാൻഡേജ് ഒക്കെ ഉണ്ടല്ലോ, ആശുപത്രിയിൽ പോയായിരുന്നു. നിധി പറയുന്നു, പോയി, മരുന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ വേദന അറിയാത്തത്. സുഭാഷ് പറയുന്നു, നിനക്കൊന്നും പറ്റിയില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? നിധി പറയുന്നു, എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ പറഞ്ഞില്ലേ, അതിനച്ഛൻ സമ്മതിച്ചില്ല. ഭാസ്കരൻ പാട്ടും പാടി കട്ടിലിന്റെ അരികിൽ നിൽക്കുകയാണ്. എല്ലാവരും ഭാസ്കരനെ ശ്രദ്ധിക്കുന്നു. സുധീഷ് പറയുന്നു, കത്തിക്കുത്തേറ്റാലും പാട്ടിന് കുറവൊന്നുമില്ല. സുഭാഷ് പറയുന്നു, അത് വിട്, പാവം വേദനിക്കുന്നുണ്ടാകും, പറയാത്തതാ. സുധീഷ് പറയുന്നു, പിന്നെ ഒരു കാര്യം കൂടി, ഇനി മേലാൽ താൻ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകണ്ട, ഞങ്ങൾ ആരെങ്കിലും കൂടെ വരും, മനസ്സിലായോ? നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞാൻ അകത്തേക്ക് കയറുക. അപ്പൊ സുഭാഷ് പറയുകയാണ്, മോള് ചെല്ല്. നിധി അകത്തേക്ക് പോയതിനു ശേഷം സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ഹരീഷിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. നികേഷ് പറയുന്നു, ആ ഗ്യാപ്പ് നോക്കി എല്ലായിടത്തും കൂടെ പോകാൻ ഉറപ്പിച്ചെടുത്തു അല്ലേ കള്ള. ഇത് കേട്ട് സുധീഷ് ചിരിക്കുമ്പോൾ നികേഷ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് പാട്ടും പാടി വീടിയും വരച്ച് കട്ടിലിരിക്കുകയാണ് ഭാസ്കരൻ. സുഭാഷ് അടുക്കളയിൽ കറി ഉണ്ടാക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന നികേഷ് ദേഷ്യത്തോടുകൂടി ഭാസ്കരനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് പറയുന്നു, നികേഷ്, ഇനി കയ്യിലെ വേദന പാട്ടുപാടി ഇല്ലാതാക്കുന്നതാണോടാ? ഹരീഷ് പറയുന്നു, ഒന്നും മിണ്ടാണ്ടിരുന്നേ, ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കാ വേദന. ഈ സമയം അവിടേക്ക് വന്ന നിധി പറയുന്നു, അതെ, ഒരു കാര്യമുണ്ട്, നമ്മള് സുഭാഷ് ഏട്ടന് വേണ്ടി മാട്രിമോണിയലിൽ പരസ്യം ചെയ്തില്ലേ, വല്ല റിക്വസ്റ്റും വന്നോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞയച്ച ആരും മറുപടി തന്നില്ല. നികേഷ് പറയുന്നു, സ്വാഭാവികം. നിധി പറയുന്നു, പക്ഷേ ഒരാൾ ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു, അതെയോ, സൂപ്പർ ആയല്ലോ. സുധീഷ് ചോദിക്കുന്നു, കുട്ടിയുടെ വീട് എവിടെയാ? നിധി പറയുന്നു, ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാ, മംഗലാപുരം. അവിടെ തന്നെയുള്ള ഒരു ജ്വല്ലറി ഷോപ്പിലെ സെയിൽസ് ഗേളാ. നികേഷ് പറയുന്നു, അത് കലക്കി, എപ്പോഴും നമ്മൾ അന്വേഷിച്ചു പോകാറല്ലേ പതിവ്, ഇതിപ്പം ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നതല്ലേ, അപ്പൊ ഇത് നടക്കും അല്ല ഏട്ടാ? സുധീഷ് പറയുന്നു, പക്ഷേ എനിക്കൊരു സംശയം, ഈ സുഭാഷ് ഏട്ടന സുനന്ദയുടെ കാര്യത്തിലെ ഇത്തിരി വിഷമത്തില. ഇപ്പൊ തന്നെ നമ്മള് പെണ്ണ് നോക്കിയാൽ? നികേഷ് പറയുകയാണ്, പെണ്ണ് നോക്കുന്നല്ലേ ഉള്ളൂ, കല്യാണം നടത്തിയൊന്നും ഇല്ലല്ലോ, ഇപ്പോഴേ നോക്കിയാലല്ലേ ശരിയാകൂ. ഹരീഷ് പറയുന്നു, എന്റെ അഭിപ്രായത്തില് സുഭാഷ് ഏട്ടനെ കൊണ്ട് ഉടനെ കെട്ടിക്കുന്നതാണ് നല്ലത്. അത് സുനന്ദയുടെ വീട്ടുകാർക്കും കൂടിയുള്ള നമ്മുടെ മറുപടിയായി കണ്ടാ മതി. അവരുടെ കല്യാണം നടക്കുന്ന അതേ ദിവസം സുഭാഷ് ഏട്ടന്റെ കല്യാണവും നടക്കണം, അല്ലാതെ അന്നത്തെ ദിവസം സുഭാഷ് ഏട്ടൻ ഇവിടെ ഇരുന്നേ അവളെ ആലോചിച്ച് സങ്കടപ്പെടാൻ ഇടയാകരുത്. നിധി ചോദിക്കുന്നു, അങ്ങനെ അവരുമായിട്ട് ഒരു ഫൈറ്റിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഹരീഷ് പറയുന്നു, ആവശ്യമുണ്ട്, ഇത്രയും കാലം നമ്മൾ വിട്ടുകൊടുത്തും ഒഴുങ്ങി മാറിയും കഴിഞ്ഞില്ലേ, ഇങ്ങനെ ചില വാശികളും നമുക്കുണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. ഇത് കേട്ട് നികേഷ് പറയുന്നു, നൈസ്. അല്ല, ആ ചേച്ചിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഉണ്ടെന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ്, കാണിച്ചേ. നിധി ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഫോട്ടോ കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എല്ലാവരും. നികേഷ് പറയുന്നു, കൊള്ളാം അല്ലേ? ഈ സമയം ഉറക്കെ പാട്ട് പാടുകയാണ് ഭാസ്കരൻ. എല്ലാവരും പുറത്തേക്ക് ശ്രദ്ധിക്കുന്നു. ഭാസ്കരൻ ഉറങ്ങാനായി കിടക്കുകയാണ്. തുടർന്ന് അടുക്കളയിൽ നിൽക്കുന്ന സുഭാഷ് വിഷമത്തോടുകൂടി ഓർക്കുകയാണ്, സുനന്ദ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, സുഭാഷിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞത്, ലളിതയും ധനശേഖരനും തല്ലിയത്, തുടർന്ന് മാട്രിമോണിയിൽ കണ്ട് ആ പെൺകുട്ടിയുടെ ഹോബീസ് നോക്കുകയാണ്. നികേഷ് പറയുന്നു, കുക്കിംഗ് ഉണ്ടല്ലോ. സുധീഷ് പറയണ, ദേ സിംഗിങ് ഉണ്ട്, അപ്പൊ അച്ഛനൊരു കൂട്ടായി. ഈ സമയം നിധിയുടെ ഫോണിൽ അലാറം അടിക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു, എന്താ എടുത്തി ഈ നേരത്തൊരു അലാറം? നിധി പറയുകയാണ്, അത് അച്ഛന് 3 മണിക്കൂർ കഴിയുമ്പോൾ ഒരു മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു, അത് ഓർമ്മിക്കാൻ വെച്ചതാ, ഞാൻ കൊടുത്തിട്ട് വരാം. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ പുഞ്ചിരിച്ച സ്നേഹത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷും നികേഷും ഹരീഷും. തുടർന്ന് വെള്ളവും ഗുളികയുമായി ഭാസ്കരന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, ദാ ഈ ഗുളിക കഴിച്ചോ? ഭാസ്കരൻ ചോദിക്കുന്നു, ഗുളികയോ? എനിക്കോ? ഐ ഹാവ് എ സ്ട്രോങ് മൈൻഡഡ് ബോഡി മോളെ. നിധി ചോദിക്കുന്നു, കുത്തിയപ്പോൾ അച്ഛന്റെ കയ്യിൽ നിന്ന് ചോര തന്നെയല്ലേ വന്നത്? അതേന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയുകയാണ്, അപ്പൊ എല്ലാരും കഴിക്കുന്നത് പോലെ അച്ഛനും ഗുളിക കഴിക്കണം. പുഞ്ചിരിച്ച് എഴുന്നേറ്റിരുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്തിനാ ആളെ വരട്ടുന്നത്? നിധി പറയുന്നു, ഇതുവരെ വരട്ടിയില്ല, ഇനി വരട്ടിയാലേ ഗുളിക കഴിക്കൂന്നുണ്ടെങ്കിൽ അതും ആകാം. ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുന്നു, അയ്യോ എനിക്കിതൊന്നും ശീലമില്ല മോളെ. പുഞ്ചിരിച്ച നിധി പറയുന്നു, ഇനി ശീലം ആയിക്കോളും. ഇതാ. ഇത് കേട്ട് ഭാസ്കരൻ നിധിയുടെ കയ്യിൽ നിന്നും ഗുളിക വാങ്ങിച്ചു കഴിക്കുകയാണ്. വാതിലിന്റെ അരികിലേക്ക് വന്ന സുഭാഷ് പുഞ്ചിരിച്ച് അവരെ ശ്രദ്ധിക്കുകയാണ്. നിധി പറയുന്നു, എന്തേലും കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ഭാസ്കരൻ പറയുന്നു, ഓ നന്ദി. അങ്ങനെ പാട്ടും പാടി ഭാസ്കരൻ ബെഡിലേക്ക് കിടക്കുമ്പോൾ നിധി അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് പുഞ്ചിരിച്ച ഭാസ്കരനെയും നിധിയെയും നോക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് നിധിയുടെ ഫോണിലേക്ക് വിളിച്ച് സാന്ദ്ര ചോദിക്കുന്നു, ഇന്ന് വലിയ പ്രശ്നമായി അല്ലേ? അപ്പൊ നിധി പറയുകയാണ്, അത് അവിടെ അറിഞ്ഞു അല്ലെ? സാന്ദ്ര പറയുകയാണ്, നീ കോളേജിൽ വരുന്ന വിവരം എങ്ങനെ അറിഞ്ഞു എന്നാ? അത് എന്നോടാണോ ചോദിക്കേണ്ടതെന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ്,
നീ വരുന്ന വിവരം എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. നിധി പറയുന്നു, വരാൻ തീരുമാനിച്ച സമയത്ത് ഏട്ടത്തിയെ ഫോൺ ചെയ്ത് അറിയിക്കാൻ പറ്റിയില്ല. വീട്ടിൽ ആളില്ലാത്ത നേരത്തല്ലേ ഏട്ടത്തിക്ക് വിളിക്കാൻ പറ്റൂ. മിക്കവാറും നേരത്തെ അത് എടുക്കാറുമില്ല. ഇത് എന്റെ ഫ്രണ്ട് വിളിച്ച് പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോന്നേ ഉള്ളൂ. അല്ല ഏട്ടത്തി, ആ നാട് മുഴുവൻ നിങ്ങളുടെ ഭർത്താവ് വിലക്ക് വാങ്ങിയോ? അങ്ങോട്ട് ഞാൻ കാലെടുത്ത് വെച്ചാൽ തേടി വന്ന ബഹളം ഉണ്ടാക്കുകയാണല്ലോ. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും അവരാണത്രേ. അതുകൊണ്ട് എന്റെ വിദ്യാഭ്യാസം അവരുടേതായി മാറുമോ? ജനിച്ചാൽ വളർത്തണം, പഠിപ്പിക്കണം, അതെല്ലാവരും ചെയ്യുന്നതല്ലേ. ഇനി അത് അച്ഛൻ പറയുകയാണെങ്കിൽ പിന്നെയും മനസ്സിലാക്കാം. നിങ്ങളുടെ ഭർത്താവിന് അത് ചോദിക്കാനും കണക്ക് പറയാനും എന്ത് റൈറ്റ്സ് ആണുള്ളത്? ഞാൻ അവരുടെ മാനം കളഞ്ഞത്രേ. എന്റെ പ്രസൻസ് അവർക്ക് അപമാനമാണത്രേ. നിങ്ങളുടെ ഭർത്താവാ കോളേജിന്റെ മുറ്റത്ത് വെച്ച് എന്നോട് മോശമായി പെരുമാറിയത്. എന്തിന്? എന്നെ തല്ലുക പോലും ചെയ്തു. ഒരു പെൺകുട്ടിയെ പബ്ലിക്കായിട്ട് അടിക്കുന്നതില് അവർക്കൊരു അപമാനവും ഇല്ല. ഞാൻ നാട്ടിലേക്ക് വന്നത് അവർക്ക് അപമാനം. സാന്ദ്ര പറയുന്നു, സോറി നിധി, എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ചേട്ടന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ? നിധി പറയുന്നു, ചേട്ടനെന്നാ പറയലേ ഏട്ടത്തി, അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല എനിക്ക്. സാന്ദ്ര പറയുകയാണ്, അരുണേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാ. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അച്ഛനെ അമ്മയും വരെ ചീത്ത പറഞ്ഞു. ഇത് കേട്ട് നിധി പറയുകയാണ്, ഞാനത് വിശ്വസിക്കണമായിരിക്കും. സാന്ദ്ര പറയുന്നു, സത്യ നിധി, പക്ഷെ നീ വന്നത് അവർക്കത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. അത് പറഞ്ഞ് നിന്നെ അച്ഛൻ കുറെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് നിധി പറയുകയാണ്, അതാ പറഞ്ഞത്, നിങ്ങളുടെ ഭർത്താവും ഫാദറിലോയും കൂടി തക്കല മുഴുവൻ വാങ്ങിയിരിക്കുക. ഇനിയും തിരുവനന്തപുരത്ത് നിന്ന് ആ വഴി എനിക്ക് പോകാൻ പാടില്ല എന്നായിരിക്കും നിയമം. അഥവാ കാല് കുത്തണമെങ്കിൽ അവരുടെ അനുവാദം വാങ്ങണമായിരിക്കും. ആ വീട്ടിൽ ജനിച്ചു പോയതുകൊണ്ട് എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് ഏട്ടത്തി. സാന്ദ്ര പറയുന്നു, വിട്, നടന്നു. ഇനിയും കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? പിന്നെ ഇന്ന് നിന്റെ കൂടെ വന്ന ആളാരാ? ആ മനുഷ്യൻ വളരെ മോശമായി പെരുമാറി അരുണേട്ടൻ പറഞ്ഞത്. അരുണേട്ടൻ അതുകൊണ്ടാണ് ആ മനുഷ്യനെ തല്ലിയത്. നിധി പറയുന്നു, അടിക്കുകയല്ല, കത്തിയെടുത്ത് കുത്തുകയാ ചെയ്തത്. സാന്ദ്ര പറയുന്നു, വളരെ മോശമായി ആ മനുഷ്യൻ പെരുമാറിയത് കൊണ്ട് അടിച്ചതെന്നാ അരുണേട്ടൻ പറഞ്ഞത്. നിധി പറയുന്നു, ആ മനുഷ്യൻ ആരാണെന്നാണോ അറിയേണ്ടത്? സുധീഷിന്റെ അച്ഛൻ. എന്നെ തനിച്ചു വിടാൻ മടിച്ച് കൂടെ വന്നതാ. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് ആ മനുഷ്യൻ ചോദിച്ചുള്ളൂ. അതിനാ നിങ്ങളുടെ ഭർത്താവ് ഇത് ചെയ്തത്. അല്പം തെറ്റിയിരുന്നെങ്കിലേ ഇന്ന് ഈ വീടൊരു മരണവീടായനെ. നിങ്ങളുടെ ഭർത്താവ് ജയിലിലും. സുധീഷിന്റെ അച്ഛൻ തടങ്ങില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് എന്നെ കൊന്നേനെ. നിങ്ങളുടെ ഭർത്താവ് മാത്രം പറയുന്നത് കേട്ട് എന്നോട് സംസാരിക്കാൻ വരല്ലേ ഏട്ടത്തി. ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ ഏട്ടത്തി. മോശമായി പെരുമാറിയെന്ന് വീട്ടിൽ വന്ന് നിങ്ങളോട് കള്ളം പറഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ, ആ ആളും ഞാനും കൂടി ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇപ്പം മകത്തായനെ. അതെന്താ ഭർത്താവിന് പറഞ്ഞു കൊടുത്തേക്ക്. അതിനുശേഷം കാണിക്കുന്നത് സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, മാട്രിമോണിയലിൽ ഒരു കുട്ടിയുടെ കാര്യം നോക്കിയിരുന്നില്ലേ? ആ കുട്ടിയുടെ വീട്ടുകാരുടെ അഡ്രസ്സും ഫോൺ നമ്പറും കിട്ടിയിട്ടുണ്ട്. ഒന്ന് വിളിക്കണ്ടേ? സുധീഷ് ചോദിക്കുന്നു, അയ്യോ, അത് ഈ രാത്രി വിളിക്കുന്നത് ശരിയാണോ? ഇത് കേട്ട് നിധി പറയുന്നു, അത് ശരിയാണല്ലോ. നമ്പർ കിട്ടിയ ഉടനെ വിളിക്കാൻ തോന്നി. രാത്രിയാണെന്ന് ഓർത്തില്ല. ആ കുട്ടി സുഭാഷേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. സുധീഷ് പറയുകയാണ്, ഇപ്പൊ നിധി ശരിക്കും ഈ വീട്ടുകാരിയെ പോലെ ആയി അല്ലേ? നിധി ചോദിക്കുന്നു, അതെന്താ? സുഭാഷേട്ടന്റെ കല്യാണം നടക്കണമെന്ന് നിങ്ങൾക്കാർക്കും ആഗ്രഹമില്ലേ? സുധീഷ് പറയുകയാണ്, നല്ല കാര്യമായി പോയി. അത് പിന്നെ ഇല്ലാണ്ടിരിക്കുമോ? അല്ല, നിധിയുടെ ഉത്സാഹം കണ്ടുകൊണ്ടാ ഞാൻ പറഞ്ഞതാ. നിധി പറയുന്നു, സുഭാഷേട്ടൻ ഒരു പാവാ. സ്വന്തമായിട്ടൊരു കുടുംബം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ആ മനുഷ്യൻ ജീവിതം പാഴാക്കും. അവസാനം നിങ്ങളൊക്കെ പൊടിയും തട്ടി പോകുമ്പോൾ ആ മനുഷ്യൻ ഒറ്റയ്ക്കാകും. അതുകൊണ്ട് ആദ്യം ഒരു കുടുംബം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതല്ലേ? ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, ഞങ്ങളെ അത്ര വിശ്വാസമില്ല അല്ലേ? നിധി പറയുകയാണ്, ഇയാളെ പറ്റി ഒട്ടുമില്ല. സുധീഷ് പറയുന്നു, എന്റെ വിധി. അതല്ല, ആ തിരക്കിനിടയിൽ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, മറ്റേ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്തായി? നിധി പറയുന്നു, അത് പ്രിൻസിപ്പള് ലോങ് ലീവിലാ. മാത്രമല്ല സർട്ടിഫിക്കറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സിന് അപേക്ഷിക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്ത് FIR സഹിതം അപേക്ഷിക്കണം അത്രേ. സുധീഷ് ചോദിക്കുന്നു, അങ്ങനെ ആര് പറഞ്ഞു? നിധി പറയുകയാണ്, ഓഫീസിൽ നിന്ന് പറഞ്ഞതാ. സുധീഷ് ചോദിക്കുന്നു, ഇത്ര കോംപ്ലിക്കേഷൻ ഉണ്ടോ ഇതിനകത്ത്? എന്തായാലും താൻ വിഷമിക്കാണ്ടിരിക്കെ, നമുക്ക് ശരിയാക്കാം. നിധി പറയുന്നു, കോളേജിൽ നിന്ന് ഒരു അക്നോളജ്മെന്റ് ലെറ്റർ തന്നിരുന്നു. അത് സ്റ്റേഷനിൽ കൊടുത്ത് FIR വാങ്ങിക്കാനാ പറഞ്ഞത്. ആ ലെറ്റർ എന്റെ ചേട്ടൻ കീറി കളഞ്ഞു. ഇതുണ്ടെങ്കിലല്ലേ നീ സർട്ടിഫിക്കറ്റ് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് അത് കീറിയത്. എനിക്കിപ്പോ എന്റെ വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ പേടി തോന്നുവാ. ഒന്നുമില്ലെങ്കിലും ഒരേ വയറ്റിൽ പിറന്നവരല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആരോടാ ചെയ്യുന്നതെന്നെങ്കിലും ഓർത്തൂടെ? സുധീഷ് പറയുന്നു, ചില കുടുംബങ്ങൾ അങ്ങനെയാണ് നിധി. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് വരെ മാത്രം അവര് നമ്മുടെ കൂടെ ഉണ്ടാകും. എപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ തുടങ്ങുന്നോ അപ്പൊ തരം മാറുകയും ചെയ്യും. അത് ശരിയാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ആര് പറഞ്ഞു അത് ശരിയാണെന്ന്? തെറ്റ് തന്നെയാ. പക്ഷേ ആ തെറ്റിന് അവർക്ക് 1000 ന്യായീകരണങ്ങൾ കാണും. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം, അന്തസ്, പണം, പ്രതാപം, അഭിമാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുകയില്ലെന്നേ. നിധി പറയുന്നു, അത് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം എത്രയോ നല്ലതാണെന്നറിയുമോ? ഞാൻ ചെയ്ത അതേ കാര്യം തന്നെയല്ലേ നിങ്ങളും ചെയ്തത്? എന്നിട്ട് കുടുംബം പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ലല്ലോ. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിന്നില്ലേ? എന്നാ നോക്ക്, നാട്ടുകാരെല്ലാം നിങ്ങളുടെ വീടിനെ കുറിച്ച് മോശമായേ പറയുന്നുള്ളൂ. അതേ കാര്യം എന്റെ നാട്ടിൽ വന്ന് ചോദിച്ചാൽ, അയ്യോ ഈശ്വര, രാജീവ് ശങ്കറിന്റെ ഫാമിലി അല്ലേ, ആഹോ ഓഹോ എന്നായിരിക്കും. എന്നാൽ ഉള്ളിലുള്ള ആളുകളുടെ തനി സ്വഭാവം നമുക്കല്ലേ അറിയൂ. നാട്ടുകാര് ഓരോ കുടുംബത്തെ പറ്റിയും പറയുന്നതല്ല ശരി, അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകും. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, താൻ മാത്രമാണ് കേട്ടോ എന്റെ വീടിനെ പറ്റി നല്ലത് പറയുന്നത്. നിധി പറയുന്നു, അങ്ങനെയല്ല, അടുത്ത് പരിചയപ്പെടുമ്പോഴേ അതിന്റെ ഗുണം മനസ്സിലാകും. എന്റെ കുടുംബത്തെ അപേക്ഷിച്ച് ഇത് സ്വർഗമാ.
ശരിക്കും സ്വർഗം. സുധീഷ് ചോദിക്കുന്നു, അപ്പോ ഇയാൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു അല്ലേ? നിധി പറയാണ്, ഈ വീടിന് ഒരു കുഴപ്പമില്ല, ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും നല്ലവരാ. സുധീഷ് പറയുന്നു, അതെന്റെ അച്ഛനല്ലേ, അതിനെയും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, പുള്ളി നന്നാകാനൊന്നും പോകുന്നില്ല. നിധി പറയുന്നു, അയ്യോ അതൊരു പാവം, ഞാൻ ഉദ്ദേശിച്ചത് ഇയാളെ തന്നെയാ. അങ്ങനെ നിധി എവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ല ഞാനോ? ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുതേ. അതാണ് ഇത്തിരി നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ദേ കിടക്കുന്നു താഴെ. കൊള്ളാം. പിന്നീട് കാണിക്കുന്നത് രാവിലെ നികേഷ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നൊരുങ്ങുകയാണ് ഹരീഷ്. ഈ സമയം അവിടേക്ക് വന്ന സുധീഷ് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്നുള്ള പാട്ട് പാടുകയാണ്. ഹരീഷും നികേഷും കണ്ണു തള്ളി സുധീഷിനെ നോക്കുന്നു. ഭഗവാന്റെ ഫോട്ടോ ഇരിക്കുന്നിടത്തേക്ക് ചെന്ന് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് സുധീഷ്. ഹരീഷ് ചോദിക്കുന്നു, ഇങ്ങേർക്ക് ഇതെന്തു പറ്റി? രാവിലെ തന്നെ ഈശ്വര പ്രാർത്ഥന എടുത്തെറിയാൻ തോന്നുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് നികേഷിന്റെ ബുക്ക് എടുത്ത് സുധീഷിനെ എറിയാനായി തുടങ്ങുകയാണ് ഹരീഷ്. ബുക്ക് പിടിച്ചു വാങ്ങിക്കുകയാണ് നികേഷ്. വിളക്ക് കത്തിച്ച് ഉറക്ക പാട്ട് പാടുകയാണ് സുധീഷ്. ഇടയ്ക്കിടയ്ക്ക് നിധിയുടെ റൂമിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. നിധി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ണടച്ച് കൈ തൊഴുതു പ്രാർത്ഥിക്കുകയാണ് സുധീഷ്. ഹരീഷ് കണ്ണാന്ന് ഉറക്കെ വിളിക്കുമ്പോൾ എന്തോന്ന് വിളി കേൾക്കുകയാണ് നികേഷ്. ഹരീഷ് വീണ്ടും ഉറക്കെ കണ്ണേട്ടാന്ന് വിളിക്കുകയാണ്. നികേഷ് വിളി കേൾക്കുമ്പോൾ സുധീഷ് പറയുന്നു, എടാ ഈശ്വര നിന്നാ പാടില്ല കേട്ടോ. ഈശ്വര ഭഗവാനെ ഈ വീട്ടിലെ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ. തട്ടത്തിലേക്ക് കർപ്പൂരം വെച്ച് കത്തിക്കുകയാണ് സുധീഷ്. ശേഷം ആരതിയുമായി നിധിയുടെ അരികിലേക്ക് ചെന്ന് സുധീഷ് പറയുന്നു, നിധി ഭസ്മം. നിധി ഭസ്മം എടുത്തു തൊടുമ്പോൾ സുധീഷ് പറയുകയാണ്, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും എനിക്ക് ഇത്തിരി വിശ്വാസമൊക്കെ ഉണ്ട്. ഏതാ ഭസ്മം എടുത്തോളൂ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഭസ്മം എടുത്തു തൊട്ട് സുധീഷ് പറയുന്നു, ഒരു സംശയം, എന്താണാവോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, സുധീഷ് ആനന്ദ തിരുവടി സ്വാമികള് രാവിലെ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് കുളിച്ചോ ആവോ? എന്താണ് ഇതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കണ, അയ്യേ കുളിച്ചില്ലേ? കുളിച്ചു എന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഇന്നലെ രാവിലെ കുളിച്ചതാ. സുധീഷ് പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി കുളിച്ചതാ. നിധി ചോദിക്കുന്നു, അയ്യേ എന്നിട്ടാണോ ഈ അതിക്രമം കാണിച്ചത്? അതിക്രമമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, ആ ഭസ്മത്തട്ട് അങ്ങോട്ട് കൊണ്ടുവച്ചേ, കുളിക്കാതെ വിളക്ക് കത്തിക്കുന്നു. സുധീഷ് പറയുകയാണ്, ശുദ്ധി വേണ്ടത് മനസ്സിനാണല്ലോ ഭഗവാനെ, അല്ലാതെ ശരീരത്തിനല്ല. ഒന്ന് മനസ്സിലാക്കി കൊടുക്ക് ഇവറ്റകൾക്ക്. നിധി പറയുന്നു, അത് ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം. തൽക്കാലം ഒരു കാര്യം പറയാനുണ്ട്, ഇവിടെ വന്ന് നിൽക്ക്. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിക്കണം. ഏത് പെൺകുട്ടിയുടെ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എടാ സുഭാഷേട്ടന് മാട്രിമോണിയലിൽ നിന്ന് കിട്ടിയ കണക്ഷൻ ഇല്ലേ, ആ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിക്കുന്ന കാര്യമല്ലേ? നിധി പറയുന്നു, അതെ. നികേഷ് പറയുന്നു, പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ആര് സംസാരിക്കും? സുധീഷ് പറയുകയാണ്, അതിനെന്താ ഇത്ര സംശയം, ഞാൻ സംസാരിക്കും. ഹരീഷ് പറയുന്നു, അതോടെ ആ ബന്ധം പോവുകയും ചെയ്യും. നികേഷ് പറയുകയാണ്, സ്വാഭാവികം. സുധീഷ് എടാന്ന് വിളിക്കുമ്പോൾ നിധി പറയുകയാണ്, പറഞ്ഞതുപോലെ ഇത് വിടുവായത്തം വിളമ്പാൻ വിളിക്കുന്നതല്ല. സുധീഷ് ചോദിക്കുന്നു, വിടുവായത്തവോ? ഞാനോ? അപ്പോൾ നിധി പറയുകയാണ്, എന്താ സംശയം? നിങ്ങൾ സംസാരിച്ചാൽ എന്താ പറയാൻ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. സുധീഷ് പറയുകയാണ്, എന്തറിയാം, കേൾക്കട്ടെ. നിധി പറയുകയാണ്, കേട്ടോ. അങ്ങനെ ഫോൺ ചെവിയിലേക്ക് വെച്ചിട്ട് നിധി പറയുന്നു, ഹലോ, ഞാൻ സുധീഷ സംസാരിക്കുന്നത്. സിറ്റിയിൽ ഒരു ട്രാവൽസ് കമ്പനിയൊക്കെ നടത്തുന്ന. നികേഷും ഹരീഷും പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ്. സുധീഷ് ചമ്മലോടുകൂടി നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. മാട്രിമോണിയലിൽ സുഭാഷിന് കല്യാണാലോചന നോക്കുന്ന കാര്യം നിധി ഭാസ്കറിനോട് പറയുകയാണ്. തൊട്ടരികിൽ സുധീഷും നികേഷും ഹരീഷും ഉണ്ട്. ഒരു പെൺകുട്ടിയുടെ റിക്വസ്റ്റ് ഇങ്ങോട്ട് വന്ന കാര്യം പറഞ്ഞതിന് ശേഷം ഭാസ്കറിനെ കൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിപ്പിക്കാനായി ശ്രമിക്കുകയാണ് അവർ. നിധി പറയുന്നു, സുഭാഷ് ഏട്ടന് വേണ്ടി ഞങ്ങൾ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് അവിടുത്തെ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കണം. നിധിയുടെ വാക്കുകൾ കേട്ട് പെൺകുട്ടിയുടെ അച്ഛനുമായി സംസാരിക്കാൻ തയ്യാറാകുകയാണ് ഭാസ്കരൻ. തുടർന്ന് എല്ലാവരും പെണ്ണ് കാണാൻ പോകാനായി ഒരുങ്ങുന്നു. ഭാസ്കരൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുമ്പോൾ കുറച്ചിപ്പുറത്തായി നിന്നൊരുങ്ങുകയാണ് സുഭാഷ്. സുധീഷും നികേഷും ഹരീഷും എല്ലാം സന്തോഷത്തോടുകൂടി പെണ്ണ് കാണൽ ചടങ്ങിനായി ഒരുങ്ങി നിൽക്കുമ്പോൾ സാരിയൊക്കെ എടുത്ത് സന്തോഷത്തോടുകൂടി റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് നിധി. സുധീഷ് പുഞ്ചിരിച്ച് കണ്ണെടുക്കാതെ നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, നിധിക്ക് സാരി നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിധി ചോദിക്കുന്നു, അതുകൊണ്ട്? പെട്ടെന്ന് സുധീഷിന്റെ മുഖം വാടുകയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി സാരി ഉടുത്തപ്പോൾ ഏട്ടത്തി ശരിക്കും സുന്ദരിയായി. പുഞ്ചിരിച്ച് നിധി ചോദിക്കുന്നു, ആണോ? താങ്ക്സ്. സുധീഷ് വിഷമത്തോടുകൂടി എല്ലാവരെയും നോക്കുകയാണ്. തുടർന്ന് ഭാസ്കരനും നിധിയും സുധീഷും നികേഷും ഹരീഷും എല്ലാം പെണ്ണ് കാണൽ ചടങ്ങിനായി പോകാൻ ഇറങ്ങുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.